നീലാകാശത്തിൽ നടന്നു വീണ നക്ഷത്രങ്ങളെ പെറുക്കിയെടുത്ത് ഞാൻ നിനക്ക് തന്നു. ആ രാത്രിയുടെ രൂക്ഷഗന്ധം ഇന്നും എനിക്ക് രൂഷ്മള സ്മരണയാണ്. അന്നും നീ എന്റെ അസ്വാസ്ഥ്യമായിരുന്നു. ഇന്നും അതെ പ്രിയേ. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും. അത് പറയാൻ നീ എന്റെ സത്യം പറഞ്ഞൂടെ? നേരെ സഹിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് മനുഷ്യന്മാരില്ലേ? അവന് ഫീൽ ചെയ്യും. പാവം അവൻ പറയുന്നില്ല വാസ്തവമുണ്ട് സജ്ജി. ഇവിടെ ഇങ്ങനെ വലിയ വാടക കൊടുത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞില്ലേ? ഇതുവരെ 4 ആളോട് പറയാൻ കൊള്ളാവുന്ന ഒരു വേഷം കിട്ടിയവനൊക്കെ കിട്ടിയല്ലോ. എന്തോന്ന് കിട്ടി? കുന്തം പിടിക്കുന്ന വേഷം. ഒരു വേഷം കിട്ടാൻ 6 അല്ല 60 മാസം വേണ്ടി വന്നേക്കും. ചെലവെനിക്കൊരു പ്രശ്നമല്ല. സൂപ്പർ സ്റ്റാർ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലാവുന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ അളിയൻ ഇനി ഒരിക്കലും വീട്ടിൽ പോകേണ്ടി വരും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇപ്പോഴും പറയുന്നു, നിനക്ക് അഭിനയിക്കാൻ അറിയില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എടാ, എനിക്ക് അഭിനയിക്കാൻ അറിയാവോ ഇല്ലയോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഒരവസരം വരട്ടെ. വിശ്വനാഥ് സാറിന്റെ വീടല്ലേ ഇത്? അല്ലല്ലോ. അല്ല, ആരുടെ വീടാണെന്ന് ചോദിച്ചത്? വിശ്വനാഥ് സാറിന്റെ. സോറി, വിശ്വംഭരൻ എന്നാ ഞാൻ കേട്ടത്. ഇത് തന്നെ വിശ്വനാഥ് സാറിന്റെ വീട്. വന്നാട്ടെ, ഞാനെടുക്കാൻ. വേണ്ട, സാറില്ലേ? ഉണ്ട്, ഇപ്പൊ വരും. നടക്കാൻ ഇറങ്ങിയതാ. വാ, ഇരുന്നാട്ടെ. പൂച്ച പൂച്ച പൂച്ച, കിച്ചണിൽ പൂച്ച. അമ്മാവന് ദിവസവും സന്ധ്യക്ക് നടപ്പ് പതിവുള്ളതാ. താമസിക്കില്ല. സാറിന്റെ വൈഫില്ലേ? പൂച്ച കൊല്ലും ഞാൻ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ വിശ്വനാഥ് സാറിന്റെ കാര്യം ചോദിച്ചത്. അമ്മായി കൂടെ പോയി. കുടിക്കാൻ എന്താ വേണ്ട? ഒന്നും വേണ്ട. അത് പറഞ്ഞാ പറ്റില്ല. അമ്മാവനെ അന്വേഷിച്ച് ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളമെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ വഴക്കെനിക്കാ. 1 സെക്കൻഡ്. പൂച്ചക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോടാ ഇത്? തമാശ കളിക്കല്ലേ? അത് പിന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ഒരു സിഗ്നൽ തന്നല്ലേ? ഇല്ലെങ്കിൽ നീ കാട് കയറി ഹിമാലയത്തിൽ അങ്ങനെ പോയാലോ? നിങ്ങളല്ലേ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന്. എടാ, ഇംപ്രൂവൈസ്ഡ് ആക്ടിങ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. 6 മാസം മുമ്പ് വീടൊഴിഞ്ഞു പോയ വിശ്വനാഥനും കുടുംബവും ഇതാ ഇവിടെ പുനരവതരിക്കുന്നു. പിന്നെ നിങ്ങളായിട്ട് കുളവാക്കരുത്. ഞങ്ങൾ ആക്കേണ്ട കാര്യമില്ല, താനേ കുളമായി. എന്താ പേര്? പേരെന്താ? എന്താ പേര്? ഭാഗ്യരേഖ. നല്ല ബെസ്റ്റ് പേര്. അമ്മാവനെ കണ്ട് പ്രത്യേകിച്ചെന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. അയ്യോ, ചതിച്ചു. ഏതാടാ ഇവള്? ആരാടി കൊച്ച നീ? എന്താ ഇവിടെ? അച്ഛാ, അത് പെട്ടിയും പ്രമാണവുമായി കുറച്ചു ദിവസമായി ഇവിടെ താമസമാണല്ലേ? എത്ര ദിവസമായി നീ ഇവിടെ വന്നിട്ട്? വിശ്വാസ് സാറിനെ കാണാമെന്നാണ്. വിശ്വാസോ? വിശ്വനാഥ സാറിനെ കാണാമെന്ന. ഏത് വിശ്വനാഥൻ? ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ. ഓ, അത് ശരി. എടാ മോനെ, എന്നോട് തന്നെ വേണോ നിന്റെ ഈ വേല? ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ അതെ അതെ. അയ്യോ അച്ഛാ, മിണ്ടണ്ട. ചുമ്മാ അതല്ല ഞാൻ അയക്കുന്ന പൈസ ഒന്നും തികയാത്തത്. ഇവിടെ പോലുള്ളവരെ തീറ്റി പോരണമല്ലോ. ഇനി നിന്റെ കണ്ണീര് കാണാത്ത കുഴപ്പമുള്ളൂ ഇവിടെ. എടി കൊച്ചേ, ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. മേലാൽ ഈ പടി ചവിട്ടി പോരുത്. ഇറങ്ങിപ്പോടി. ഇറങ്ങി പോവാൻ. എടാ നിക്കാൻ. ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഈ കുട്ടി പുരുഷോദ്ദേശിയാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സൂപ്രണ്ട് പറയുന്നത് നേരാ. ഇവിടെ പറ്റിക്കൂടി നിൽക്കാൻ കള്ളം പറയുന്നതല്ലെന്ന് ஐயோ அப்படியெல்லாம் சொல்லக்கூடாதுமா. இந்த வீட்டு அட்ரஸ் கேட்டுதான் இந்த பொண்ணு எங்க வீட்டுக்கு வந்தது. புருஷ வித்வேஷிகள் தாமசிക്കുന്ന வீடு ஏது அப்படின்னா கேட்டது இல்லம்மா. ഭാഗ്യരേഖയ്ക്ക് ആണുങ്ങളോട് വിദ്വേഷം തോന്നുക എന്നാ കാരണം? എനിക്ക് അങ്ങനെ അവരോട് വിദ്വേഷമൊന്നുമില്ലല്ലോ. കുറച്ചു മുമ്പേ കുട്ടിയല്ലേ വിദ്വേഷം ഉണ്ടെന്ന് പറഞ്ഞത്? അതെ, ഈ വിദ്വേഷം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ലളിത വികാരമല്ലേ? പുരുഷവർഗത്തോട് എനിക്ക് അറപ്പാണ്.
വെറുപ്പാണ്, തീർത്താൽ തീരാത്ത പകയാണ്. നേരിൽ കണ്ടാൽ കടിച്ചു കീറി രക്തം കുടിക്കാനുള്ള ദാഹമാണ്. അപ്പോൾ ഞാൻ ഭാഗ്യരേഖയല്ല, കള്ളിയങ്കാട്ട് നീലിയാണ്. പക്ഷേ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ, അല്ലെങ്കിൽ പുരുഷ സ്പർശമേൽക്കാത്ത ഏതെങ്കിലും ഒരു കോണിലേക്ക് ഞാൻ പൊയ്ക്കോളാം. പോട്ടെ. വരേ മാമി. സുജാതെ, നീ എന്താ ഇവിടെ? നീ ഇവിടെയാണോ താമസിക്കുന്നേ? പിന്നല്ലാതെ. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞാനും സുജാതയും പ്രീ ഡിഗ്രി വരെ ഒരേ ക്ലാസ്സിലായിരുന്നു. സുജാതയോ? ഭാഗ്യരേഖ എന്നല്ലേ കുട്ടി പറഞ്ഞത്? അതെ അതെ, ഭാഗ്യരേഖ എന്നാണ് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര്. എനിക്കതാ ഇഷ്ടം. ഈ പുരുഷവിദ്വേഷികളുടെ ഇടയിൽ നീ എങ്ങനെ വന്നു പെട്ടു? കളിയാക്കണ്ട, നീയും ഞങ്ങളുടെ ഗണത്തിൽ പെട്ടതാണെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാ ഒരാഴ്ചയെങ്കിലും തങ്ങിക്കൊള്ളാൻ ചിന്താമണി ചേച്ചി സമ്മതിച്ചു തന്നെ. സത്യം പറയാലോ, വിശ്വനാഥ് സാർ വീട് മാറിയെന്നറിഞ്ഞപ്പോ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ആ പൂക്കാരി ധൈര്യം തന്നിട്ട് അങ്ങോട്ട് കയറിയതെങ്കിലും നിന്നെ കണ്ടപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. കോളേജിൽ നിന്ന് പിരിഞ്ഞ പിന്നെ നീ എവിടെയായിരുന്നു? ഇടയ്ക്ക് ഞാൻ ആരോടൊക്കെ അന്വേഷിച്ചു, അവർക്ക് ആർക്കും നിന്നെ പറ്റി ഒരു വിവരവും ഇല്ലായിരുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കാൻ എറണാകുളത്ത് പോയി. അതാ നാട്ടിൽ ആരുമായി ബന്ധമില്ലാതായത്. ഇടയ്ക്ക് ഒന്ന് രണ്ടിടത്ത് ചെറിയ ചെറിയ ജോലികൾ നോക്കി, ഒന്നും പെർമനന്റ് ആയില്ല. കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചതോടുകൂടി സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ വയ്യെന്നായി. അച്ഛൻ മരിച്ചതിൽ പിന്നെ നീ ആരുടെ കൂടെയായിരുന്നു താമസം? കൊച്ചച്ഛൻ്റെ കൂടെ. 3 നേരം ആഹാരത്തിന് മുട്ടില്ലെങ്കിലും ഞാനൊരു കുരിശായി തീരുമെന്ന് കുഞ്ഞമ്മയ്ക്ക് സംശയം. അത് കൊച്ചച്ഛന് നേരെയുള്ള കുത്തുവാക്കുകളായി തുടങ്ങിയപ്പോ ഞാൻ അവിടെ വിടാൻ തീരുമാനിച്ചു. വിശ്വനാഥ് സാറുമായിട്ട് എന്റെ അച്ഛന് വലിയ അടുപ്പമായിരുന്നു. സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഇങ്ങോട്ട് വണ്ടി കയറിയത്. സാറിപ്പോ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക് നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഒരു ജോലി കിട്ടുന്നവരെ ഇവിടെ താമസിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തുതരാം. വിദ്യാസമ്പന്നയും തൊഴിൽരഹിതയും സർവോപരി സുന്ദരിയുമായ ഒരു യുവതിക്ക് ജോലി തരപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ത്രീ വിമോചനം എന്നൊക്കെ പറഞ്ഞു കിടന്നിട്ട് എന്താ കാര്യം? എന്ന് പറഞ്ഞ എവിടെങ്കിലും ഒഴിവുണ്ടെങ്കിൽ തന്നെ അവിടെല്ലാം നിയമനം നടത്തുന്ന പുരുഷ മേധാവികളല്ലേ? അല്ല, വനിതാ വേദിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും വിചാരിച്ച ഭാഗ്യത്തിന് ബ്യൂട്ടി പാർലറിലെ പണി വല്ലതും ഓ അറിയാം? അറിയാം, കൊച്ചച്ഛന്റെ മോള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായതാ. അവള് ചെയ്യുന്നത് ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട്. അപ്പടിയാന ഷീസ്വള്ളി മാലതി മേനോന് സഹായത്തിന് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ഭാഗ്യത്തിന് അവിടെ കൂടാം. എന്താ എന്തു പറ്റി? ശകലുണ്ടായി കണ്ണി വീണം തോന്നുന്നു. ജോലി അറിയാത്ത ഇവളെ എന്നത്ര മാലതി പിടിച്ചു നിർത്തിയത്? കുട്ടിക്ക് വർക്കറിയാവുന്നാണല്ലോ ചിന്താമണി പറഞ്ഞത്. മേഡം എനിക്ക് അറിയായിരുന്നു മേഡം, പക്ഷെ 4-5 മാസമായതുകൊണ്ട് ടച്ച് വിട്ടുപോയി. മാത്രമല്ല ഇതുപോലെ ഫേസേ. എന്റെ ഫേസ് എന്നാ കുഴപ്പം? ഈ ഫേസിന് കുഴപ്പമൊന്നുമില്ല, ഫേസൊക്കെ നല്ല ഫേസാ. പക്ഷെ എനിക്കെന്തൊരു അബദ്ധം പറ്റിയതാ മേഡം. മേലെ ഇത് ആവർത്തിക്കരുത്, അറിയാവുന്നവർക്ക് ചെയ്താൽ മതി. ശരി മേഡം.